എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ സംസ്ഥാനത്തെ PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ധനസഹായം വാങ്ങുന്നവർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട വിവരങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. ഇലക്ട്രോണിക് KYC പോലുള്ള കുറച്ച് കാര്യങ്ങൾ വീണ്ടും KYC ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തി കുറച്ച് അറിയിപ്പുകളായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. നമ്മൾ ഒരിക്കൽ ഈ ഒരു ബയോമെട്രിക് മസ്റ്ററിംഗ് പോലെയുള്ള പ്രക്രിയ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ, അതായത് കർഷകരാണ് ആനുകൂല്യം വാങ്ങുന്നതെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ KYC കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. കഴിഞ്ഞ മാസം 19-ാം തീയതി നമുക്കൊരു ഗഡു ലഭിക്കുകയും ചെയ്ത് അതാകട്ടെ 21-ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് വിതരണം ചെയ്തത്. കിസാൻ സമ്മാൻ നിധിയിലെ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷകർക്ക് ഇപ്പോഴും അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ടത് 2018-19 കാലയളവിൽ ഭൂമിയുള്ള വ്യക്തികൾ ആയിരിക്കേണ്ടതാണ്. അതായത് ഭൂമിക്ക് കരമടച്ച് വരുന്നവർ ആയിരിക്കേണ്ടതാണ്. അന്നത്തെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇനി 2018 ശേഷമൊക്കെ ഭൂമി വാങ്ങിയവരുടെ രജിസ്ട്രേഷൻ ആയോ എന്ന് ഒരുപാട് ആളുകൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ ഭൂമി രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെടുത്തിയുള്ള നടപടികൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ആയിട്ടില്ല. അതിനുശേഷം ഭൂമി വാങ്ങിയവരെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് ചേരുവാനായിട്ട് സാധിക്കുന്നതല്ല. എന്നാൽ 2018-നകം മുൻപ് ഭൂമി ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ഇതുവരെ അവർ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അർഹരാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ സ്കീമിലേക്ക് ചേരാവുന്നതാണ്. അതിന്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നതായിരിക്കും. അതായത് സംസ്ഥാനതല വെരിഫിക്കേഷൻ, കേന്ദ്ര അതോറിറ്റിയുടെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പൂർത്തീകരിച്ച ശേഷമായിരിക്കും നമുക്ക് ഫൈനൽ അപ്രൂവൽ ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും നമുക്ക് ഓരോ ഗഡുക്കളും ട്രാൻസ്ഫർ ചെയ്ത് ലഭിക്കുന്നത്. നമ്മുടെ ആധാറുമായിട്ട് CID ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും നമുക്ക് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.